ഈ പഴയ മിമിക്രി എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ അനുകരിക്കുന്ന സമയത്ത് കൂടുതലും ഈ റേഡിയോ ബേസ് ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ്. അന്ന് ടെലിവിഷൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും അനുകരിക്കുന്നത് റേഡിയോയിലുള്ള വാർത്തകൾ, റേഡിയോയിലുള്ള പരസ്യങ്ങൾ, എല്ലാം റേഡിയോയിലുള്ള വിവിധ പരിപാടികൾ, അതിൻ്റെ മ്യൂസിക്, ഇതൊക്കെയായിരുന്നു അന്ന് അനുകരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ റേഡിയോയിൽ ഒരു കൗതുക വാർത്ത വായിക്കുന്ന ഒരു രണ്ട് വാർത്ത രാമചന്ദ്രൻ അത് ഒന്ന് പറയാം. അതുപോലെ ഒരു ശങ്കർ നാരായണനുണ്ട്. അതും അത് ഡൽഹി. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇപ്പോൾ കൗതുക വാർത്തകളാണ് വായിക്കാൻ പോകുന്നത്. പച്ചരിയിൽ പച്ചമരുന്ന് ചേർത്ത് വിറ്റത് പച്ചക്കറി പാച്ചുവിനെ പട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. പച്ചക്കറി പാച്ചുവിനെ 10 ദിവസം റിമാൻഡിൽ വയ്ക്കുവാൻ പോലീസ് ഉത്തരവായി. സ്വന്തം എന്ന പദത്തിനും ബന്ധമെന്ന പദത്തിനും യാതൊരു അർത്ഥവുമില്ലെന്ന് സുപ്രസിദ്ധ മലയാള ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി കണ്ടുപിടിച്ചിരിക്കുന്നു. തമ്പിയുടെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഈ പദങ്ങൾ മലയാള ഭാഷയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ ആലോചിക്കുന്നു. കൗതുക വാർത്തകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രസാദേട്ടാ, അടിപൊളി. പ്രസാദേട്ടാ, ഈ അന്ന് ഈ താല്പര്യമില്ലാത്ത രീതിയിൽ വാർത്ത വായിക്കുന്ന ഒരാളുണ്ടല്ലോ, പ്രതാപൻ ചേട്ടൻ. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് പ്രതാപൻ. ഒരു താല്പര്യമില്ലാത്ത അങ്ങനെ ഒരാളുണ്ടായിരുന്നു ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് താല്പര്യമില്ല പുള്ളിക്ക്. പുള്ളി ചിത്രഗീതം രാജ്യത്ത് തങ്ങൾ അങ്ങോട്ടും സത്യപരം സൃഷ്ടിക്കുന്നു. അല്ല, അന്ന് ഈ വാർത്ത കേൾക്കുമ്പോഴേ സുരാജേ, അന്ന് വാർത്ത വായിക്കുമ്പോ നമ്മൾ ഈ ഡൽഹിയിൽ നിന്ന് റിലേ വരുന്നത്, അപ്പൊ ഈ ശബ്ദം പകുതി നമ്മൾ കേൾക്കുള്ളൂ. അത് സത്യചന്ദ്രൻ സാറ്, ഡൽഹി. അതുപോലെ ശങ്കർ നാരായണൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. അപ്പൊ അദ്ദേഹം വാർത്ത വായിക്കുമ്പം ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ശങ്കർ നാരായണൻ. 7 ദിവസത്തെ വിദേശ പര്യടനത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെത്തുകയുണ്ടായി. വിമാനത്താവളത്തിൽ ഒരു ഒപ്പിച്ച സ്വീകരണം തന്നെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചത്. ഇങ്ങനെ വാർത്തകൾ വായിക്കുന്ന ഈ ശങ്കർ നാരായണന് ഈ സ്കൂൾ കാലഘട്ടത്തിലെ മിമിക്രിയാണ് കേട്ടോ. പെട്ടെന്നൊരു ദിവസം വാർത്ത വായിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് വയറുവേദന വന്നു. വയറുവേദന വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് ആശുപത്രിയിലാക്കി. കാരണം 8 മണിക്ക് വാർത്ത വായിക്കണം, 7 മണിയായി. അപ്പോൾ ഉടനെ ഡോക്ടർ ഒന്ന് ചോദിച്ചു, ശങ്കർ നാരായണൻ സാർ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ അടിവയറ്റിൽ ഒരു വേദന തുടങ്ങി, അത് മുകളിലേക്കും പിന്നീട് താഴേക്കും സംഭവിച്ചു. അപ്പൊ അല്ല, എന്ത് നിങ്ങൾ വല്ലതും കഴിച്ചോ, അനാവശ്യമായിട്ട് വല്ലതും കഴിച്ചോ? ഇന്നലെ രാത്രി സാധാരണയായി കറ്റി പയറും കഴിക്കുന്നതിന് പകരം ചില്ലി ചിക്കനും ചില്ലി ബ്രോസ്റ്റും ചില്ലി ചപ്പാത്തിയുമാണ് കഴിച്ചത്. കയ്യിൽ ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. കാരണം ഈ വാർത്ത സ്ഥിരം നമ്മൾ കേട്ടോണ്ടിരിക്കുക. കേട്ടില്ലെങ്കിൽ കുറെ ഭാഗം കേൾക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോഴല്ലേ? ആ വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? 50 വർഷത്തിൽ മേലെയായി. 51 വർഷമായി സിറാജ്. ഇനി എത്രാമത്തെ വയസ്സിലാണ് മിമിക്രി വന്നത്? പറഞ്ഞാൽ രണ്ടു കൂടെ കൂട്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ എനിക്ക് വയസ്സ് 70. ഞാൻ എൻ്റെ 1961 ഫസ്റ്റ് മിമിക്രി കാണുന്നത്. അത് സന്താനം ചന്ദ്രു എന്ന തമിഴ്നാട്ടുകാരെ പ്രസാദ്ജി പേര് പറഞ്ഞു. ഞാൻ കണ്ടത് എൻ്റെ 6ാമത്തെ വയസ്സിൽ സന്താനം ചന്ദ്രു. അന്ന് മിമിക്രി എന്ന് പറയില്ല, വികടക്കച്ചേരി എന്നേ പറയുള്ളൂ. അതെന്നാണ് ഞാൻ തുടങ്ങി. 1972 സെപ്റ്റംബർ 13 ഞാൻ ആദ്യമായിട്ട് അരങ്ങേറിയത്. ഞാൻ 1974 കൊല്ലത്ത് SM കോളേജിൽ പഠിക്കുമ്പോഴാണ് മിമിക്രി ചെയ്തത്. പക്ഷെ അന്ന് മിമിക്രി, എൻ്റെ അഭിപ്രായത്തിൽ മിമിക്രി പ്രചാരത്തിലില്ല. മോണോ ആക്ട് എന്ന പേരിലാണ് അവതരിപ്പിച്ചത്. പിന്നീടാണ് അത് മിമിക്രി ആണെന്ന് ഞാൻ തന്നെ അറിഞ്ഞത്. സിറാജിക്ക, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും വിചാരിക്കരുത്, മറ്റൊന്നുമല്ല. മുകേഷ് ഏട്ടൻ പറഞ്ഞ കഥയാണ്. അപ്പൊ മുകേഷ് ഏട്ടൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്ന എന്റെ ജൂനിയർ ആയിരുന്നു. അപ്പൊ അവര് സിറാജിക്കനെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും കൂടി പിരിച്ചിട്ട് ഇക്കൊക്കെ കാശ് തന്നു. അതായത് യാത്ര ചെയ്ത് പോയിട്ട് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ. പക്ഷേ ആ കാശ് കൊണ്ടിട്ട് പൊറോട്ട ഇറച്ചി തിന്നെന്ന് പറയുന്നത് ശരിയാണ്? അതറിയാം. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ വയറ് വിശന്നു, അങ്ങനെ കഴിച്ചത്. അല്ല, അതല്ല സംഭവം. ശരിക്കും പറഞ്ഞാൽ അതല്ല, എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. വീട്ടില് നീ പോണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സിദ്ദീഖ് സാറിനെയൊക്കെ അറിയാം. ശരി, അതാണ് സംഭവം. പോകണ്ടെന്ന് പറഞ്ഞു. മോണോ ആക്ടിന് എനിക്ക് കോളേജിൽ നിന്ന് അങ്ങനെ സെലക്ഷൻ കിട്ടിയായിരുന്നു. അല്ല, പൊറോട്ട ഇറച്ചി നിന്നാ നിനക്കിപ്പോ എന്താ? ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഏറിക്കയറാനുള്ള പരിപാടിയാ. അല്ല, അവിടെ നിന്ന് ഇനി 10 രൂപ തന്നു. അന്നും അത്രയൊന്നും വേണ്ട, കോട്ടയം വരെ പോയിട്ട് വരാൻ. കോട്ടയത്ത് വെച്ചായിരുന്നു. അപ്പോൾ അന്ന്
പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ആ കാശ് വെച്ച് എന്താ ചെയ്യാനാണ്, ഞാൻ പോയി പൊറോട്ട ഇറച്ചും കഴിച്ചു. എനിക്ക് ഇക്കായിട്ട് ഞാൻ മിമിക്രി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴും. ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം ഒരു സ്റ്റേജിൽ പങ്കെടുക്കണം, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. നമ്മള് ദൂരദർശനിൽ സ്റ്റേജിൽ ചെന്നു. അപ്പോൾ ഞാനും സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഗ്യാപ്പ് തരണ്ടേ പുള്ളി. ഞാൻ പറഞ്ഞു, ഇക്ക ഞാൻ ഇന്നത് അല്ല സുരാജ്, ഞാൻ ഫിലോമിനെ എടുക്കും. ഇല്ല, എനിക്ക് ഫിലോമിനെ എടുത്താലേ ജയം വരും. അല്ലക്ക ഞാൻ പിന്നെ മമ്മൂട്ടി പറയാം. അയ്യോ, എനിക്ക് മമ്മൂട്ടി പറഞ്ഞാലേ ലാൽ എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇനി ഏത് ചെയ്യും? നീ വല്ല KPSC സണ്ണി. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജയൻ സാറിന്റെ ശബ്ദം രണ്ടാമതൊരു തരംഗമാക്കി കൊണ്ടുവന്ന ആർട്ടിസ്റ്റാണ്. അതിപ്പോ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആക്ച്വലി ഈ ഒരു ഒക്കേഷനിൽ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഞാൻ വയസ്സ് ചോദിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾ എപ്പോഴും പറയും ഒരു കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സീനിയർ ഇദ്ദേഹമാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പക്കാരൻ ഇവിടെയാണ് എന്നുള്ള നമ്മളൊരു ഡിഫറൻഷിയേഷൻ എപ്പോഴും പറയും. നമ്മുടെ ഈ വേദിയിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോയിൽ നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ പോകുന്ന ഒരു ചെറിയ കലാകാരനുണ്ട്, അതായത് യങ് ആയിട്ടുള്ളത്. ഞങ്ങൾ കരുതുന്നു അവനായിരിക്കും ഏറ്റവും കൂടുതൽ യങ്ങസ്റ്റ്, ഏജ് വൈസ് ഏറ്റവും ചെറിയ കലാകാരനായിരിക്കും ഈ വരാൻ പോകുന്ന നമ്മുടെ സ്വന്തം തന്നെ. നമുക്ക് സ്വാഗതം ചെയ്യാം കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിലേക്ക്. തന്നെ കുട്ടാ, എന്നോട് അനുഗ്രഹിക്കണം, എന്നോടും അനുഗ്രഹിക്കണം. അങ്ങനെയാണ് ഞങ്ങളോടും അനുഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ മൺമറഞ്ഞ തിക്കുറിശി സുകുമാരൻ നായർ അവർ പറയുന്ന പോലെ എന്തായാലും നീ ലോകപ്രസിദ്ധനായ മിമിക്രി ആവട്ടെ. ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യുക, ഇന്ന് സ്കിറ്റ് ഒക്കെ പെർഫോം ചെയ്യാനുള്ളതല്ലേ, ഇവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് വാങ്ങണ്ടേ? അപ്പൊ ചോദിച്ചോ, ബ്ലെസ്സിങ്സ് ഒക്കെ ചോദിച്ചോ. കാലി തൊട്ട് വലിയ കലാകാരനായി വളർന്നു. വാങ്ങുക. തനി 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരുപാട് ആഗ്രഹിച്ചാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നത്. അതും ഈ ഒരു ഫ്ലോറിൽ നിന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞിവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് അവന്റെ പെർഫോമൻസ് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രെയിം ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാർ തൊട്ട് ഏറ്റവും ചെറിയ താരം വരെ ഈ ഒരു ഫ്രെയിമിലുണ്ട്.